നെതന്യാഹുവിൻ്റെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ ശക്തമാകുന്ന സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. സിറിയയിലെ വിമത നീക്കവും വിമതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ റഷ്യയുടെ ഇടപെടലും പശ്ചിമേഷ്യയെ വിറപ്പിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഇസ്രായേൽ രാജ്യത്തിനെതിരെ സംഘടിതമായ നീക്കങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചെങ്കിലും ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ 60 വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്ന് ഫ്രാൻസിൻ്റെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ എന്നത് വെറും കപട നാടകമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിലെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ള അറിയിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂത്തിന് സമീപം വരെ എത്തിയെന്ന് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. വെടിനിർത്തലിന് ശേഷം ഇസ്രായേലി സൈന്യം തെക്കൻ ലെബനാൻ നടത്തിയ ആക്രമണത്തിൽ ഏതാനും ലെബനാൻ പൗരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് സൈനിക കേന്ദ്രം ആക്രമിക്കാൻ ഹിസ്ബുള്ള തീരുമാനിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘനം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് US ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ നിരവധി തവണയാണ് കരാർ ലംഘിച്ചത്. കരാറിന് മധ്യസ്ഥത വഹിച്ച ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും ഈ ലംഘനം ചൂണ്ടിക്കാട്ടുന്നു. നവംബർ 27-നാണ് ലെബനാനും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. പക്ഷേ എന്തു ഗുണം? ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഇന്നേരങ്ങളിൽ പുറത്തു വന്നതും ഞെട്ടിക്കുന്നതാണ്. ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ 10 വയസ്സുകാരിക്ക് നേരെ ഇസ്രായേലി സൈന്യം വെടിവെച്ചു എന്നതാണ് ആ ദുഃഖകരമായ വാർത്ത. നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. 2 ദിവസം മുമ്പ് 4 ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ വെടിവയ്പുണ്ടായിരിക്കുന്നത്. വെടിയേറ്റ 10 വയസ്സുകാരി തറയിൽ വീണ് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെടിയേറ്റ് വീണ പെൺകുട്ടിക്ക് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ വിശദാംശങ്ങളും UN ഇതോടെ പുറത്തുവിടുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപനമായ OCHAയുടെ പ്രതിനിധിയായ മുഹനാദ് ഹാദിയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 3 പേർ സംഘടനയുടെ പാചകശാലയിൽ ജോലി ചെയ്യുന്നവരും ഒരാൾ സേവ് ദി ചിൽഡ്രൻ എന്ന പ്രസ്ഥാനത്തിലെ ജീവനക്കാരനുമാണ്. എന്നാൽ ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് കൊല്ലപ്പെട്ട ജീവനക്കാരിൽ ഒരാൾ ഹമാസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നു എന്നുമാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാർ ഈ ആരോപണം പാടെ നിഷേധിക്കുകയാണ്. എന്നിരുന്നാലും ഹമാസ് പ്രവർത്തകൻ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് എന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട മുഹമ്മദ് അസ്മി ഖുദയുടെ കുടുംബവും ഇസ്രായേലിൻ്റെ ആരോപണം നിഷേധിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഖുദയെന്നും തീവ്രവാദികളുമായി ഇയാൾക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധം ഇല്ലായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പ്രശസ്തമായ വേൾഡ് സെൻട്രൽ കിച്ചണും തങ്ങളുടെ ജീവനക്കാർക്ക് ആർക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഗാസയിൽ സന്നദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന 330 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഗാസയിൽ 20 ലക്ഷത്തോളം പേരാണ് ഇപ്പോഴും മതിയായ തോതിൽ ഭക്ഷണം പോലും കിട്ടാതെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാതെ ദുരിത ജീവിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ 7 ജീവനക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അബദ്ധവശാലാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അന്ന് വിശദീകരണം നൽകിയത്. സംഭവത്തിൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇറാനടക്കം അറബ് രാജ്യങ്ങൾ കൂടി ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതിനാൽ
നെതന്യാഹു സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് കിട്ടാൻ പോകുന്നത് എന്നാണ് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.